നമസ്കാരം. വെസ്റ്റ് ബംഗാളിലെ 6ാമത്തെ വലിയ നഗരമായ മാൽദയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അസാമിലെ ഗുവാഹത്തിയിൽ നിന്ന് ട്രെയിനിൽ ഇവിടെ വന്നിറങ്ങിയത്. നേരെ റിട്ടയർ റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്തു. നമുക്കിന്ന് മാൽദയുടെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. മാൽദ ടൗൺ, ഇംഗ്ലീഷിൽ അവിടെ മാൽഡ എന്നാണുള്ളത്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കുറേ വീഡിയോയിൽ മാൽഡ എന്നാണ് പറഞ്ഞത്. പക്ഷേ പ്രൊണൗൺസിയേഷൻ വരുന്നത് മാൽദ എന്നാണ്. പിന്നെ ഇവിടെ തന്നെ വലിയ മരമൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല തണലൊക്കെ ഉണ്ട്. ഇതുവഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോവാം. സ്റ്റേഷൻ്റെ ബാക്കിയുള്ള ഭാഗം അങ്ങോട്ടാണ്. മെയിനായിട്ടുള്ള എൻട്രൻസ് ഇവിടെയാണ്. ഇപ്പോൾ റെനോവേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലാഗ് വരുന്നത് ഇവിടെയാണ്. നല്ലൊരു പാർക്കിംഗ് സ്പേസ് തന്നെ ഈ മുൻഭാഗത്തായിട്ടുണ്ട്. ഇപ്പോൾ രാത്രിക്ക് ഇവിടുത്തെ കാഴ്ച വേറെ തന്നെയാണ്. നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതുവഴി നേരെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗത്തുനിന്നൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ടൗൺ ഭാഗത്തേക്ക് വരാം. ഫ്ലാഗൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇനി ഇവിടെ തന്നെ ചെറിയൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ഇതുവഴി ഇനിയിപ്പം നമുക്ക് നടന്നിട്ട് പോവാം. ചെറിയ ബാറ്ററി വണ്ടികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ടൗണിൻ്റെ ഏത് ഭാഗത്തേക്ക് പോകണമെങ്കിലും ഇതിൽ പോവാം. രാവിലെ ഇപ്പം 9:30 ഞങ്ങൾ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പുറത്തൊരു നല്ലൊരു ഹോട്ടൽ നോക്കണം. നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ നടന്നിപ്പോൾ ഒരു മെയിൻ വഴിയിലേക്ക് തിരികെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു ക്ഷേത്രം ഇങ്ങനെയാണ്. നടന്നു പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ അങ്ങോട്ട് പട്ടണത്തിൻ്റെ വലിയ ഭാഗങ്ങളൊക്കെ ആയി. പക്ഷെ നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ട് ഇവിടെ. ഈ ഭാഗത്ത് ഓട്ടോറിക്ഷകൾ അങ്ങനെ കാണുന്നില്ല. കൂടുതലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബാറ്ററി വണ്ടികളാണ്. ഇത് ഉണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്. പോകുന്നുണ്ട് ഇതിലൂടെ. അതിന്റെ റൂട്ട് എവിടാന്ന് നോക്കിയില്ല. അങ്ങനെ നടന്നിട്ടൊരു പ്രധാന സർക്കിളിലേക്ക് എത്തുകയാണ്. വേറെയും കുറെ റോഡുകൾ ഇവിടെ കൂടിച്ചേരുന്നുണ്ട്. നല്ല വെയിലാണ്. ഞങ്ങളിപ്പോൾ 1 കിലോമീറ്ററിന് മുകളിലായി നടന്നു തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം, പല കടകളും ഇപ്പോഴും തുറന്നിട്ടില്ല. ഒരു 10 മണി കഴിയും തോന്നുന്നു തുറക്കാൻ. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല. പല ഹോട്ടലുകളും അടഞ്ഞിട്ടാണുള്ളത്. ഞങ്ങളൊരു നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്കും അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, അവിടത്തോട്ടാണ് പോകുന്നത്. ചെറിയ ബസ്സുകളാണ്. നല്ല ഹോണടിയാണ്, സഹിക്കാൻ പറ്റാത്തതാണ്. ക്ലോക്ക് ടവറിന്റെ ഭാഗത്ത് നമ്മൾ നടന്നെത്താനായി ഒരു 400 മീറ്ററും കൂടെ പോകാനുണ്ട്. വെസ്റ്റ് ബംഗാളിന്റെ രജിസ്ട്രേഷൻ WB എന്നാണ്. ഇത് ബലുഘോട്ടിലേക്ക് പോകുന്ന ആ ഒരു ബസ്സാണ്. ഇതാ ഇവിടെ എല്ലാം ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഈ ഭാഗത്തോടെയാണ് മെയിൻ റോഡ്. എല്ലായിടത്തേക്ക് പോകാനുള്ള ബസ് സൗകര്യമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഇവിടെ തന്നെ ആയി ക്ലോക്ക് ടവർ. ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് ചെയ്താ ഇവിടെയും ഉണ്ട്, ഈ ഭാഗത്തും ഉണ്ട്, 2 ഭാഗത്തും ഉണ്ട്. ഈ ബാറ്ററി വണ്ടി വരുന്നത് നമുക്ക് അറിയാൻ പറ്റൂല. ഇത് ഇവിടുത്തെ ഒരു ഗവൺമെന്റ് വണ്ടിയാണ്, ഒരു പഴഞ്ചൻ ബസ്. ബലുഘോട്ടിലേക്ക് പോകുന്ന വണ്ടി തന്നെയാണിത്. ഇവരുടെ ഹോണടി നേരത്തെ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ ഹോണടിയാന്ന്. ചില സമയത്തെല്ലാം കേൾക്കുമ്പോൾ തന്നെ എന്തോ ആവും അത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്ട്രീറ്റൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. ചാക്കങ്കട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഈ ബസ് ഇവിടുന്ന് എടുത്തിരിക്കുകയാണ്. അതിന്റെ പുറകിൽ വേറൊരു വണ്ടിയുണ്ട്. എല്ലാം പൊട്ടി പൊളിഞ്ഞ കോച്ചുള്ള ഇതാ ബാലുഗാഡ് NBSTC. ഇത് കുറച്ച് പുതിയ വണ്ടിയാണ്, പുതിയ ടൈപ്പ് മോഡൽ വണ്ടിയായത്.
അങ്ങനെ നടന്ന് ക്ലോക്ക് ടവറിന്റെ തൊട്ട് മുന്നിലേക്ക് ഇതെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ക്ലോക്ക് ടവർ. ഇവിടുന്ന് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഗോറിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. നമുക്ക് ഈ ഒരു ഷെയർ വണ്ടിക്ക് പോകാം. ഇനി നടക്കുന്നില്ല. ഈ ഒരു ഷെയർ വണ്ടിയിൽ കയറി ഒരാൾക്ക് 10 രൂപ എങ്ങാണ്ടേ ഉണ്ടാവുള്ളൂ അല്ലേ? അടുത്താണ്, 1 കിലോമീറ്റർ പോയാൽ മതി. ഗോർ എന്ന് പറയുന്നത് മാൾഡയിലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഈ ബാറ്ററി വണ്ടിക്ക് പോകുന്നത് തന്നെയാണ് കുറച്ചുകൂടെ നല്ലത്. ചെറിയ പൈസയേ ഉള്ളൂ. അതിൻ്റെ ഓണടിയാണ്. നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ സൈക്കിൾ ഉണ്ടായിട്ടേ അതിന് ഇതേപോലെ ഓണം ഉണ്ടായത്. അല്ലേ? ഹോട്ടലിൽ നിന്നൊന്നും തുറന്നിട്ട് എല്ലാം ഇതാ അടച്ചു കിടക്കുക. ഇനി അവിടേക്ക് നല്ലൊരു ഹോട്ടൽ ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റേഷനിൽ എത്തിയിട്ട് സൊമാറ്റോയോ സ്വിഗ്ഗിയോ വഴിയോ ഓർഡർ ചെയ്യേണ്ടി വരും. ബാറ്ററി വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയേ 10 രൂപയേ ഉള്ളൂ. വണ്ടികൾക്കൊന്നും അധികം ചാർജ് ചെയ്യില്ല. ഞങ്ങളാ മെയിൻ റോഡിൽ നിന്നൊക്കെ ഇപ്പം മാറി ചെറിയൊരു ഇടുങ്ങിയ വഴിയിലൂടെ നടക്കാമെന്ന് കരുതി. ഞങ്ങളിങ്ങനെ തേരാപ്പാര നടന്നു പോവുക. ഇതിൻ്റെ എല്ലാ ഊട് വഴിയിലൂടെ ഒന്ന് നടന്നു പോകാമെന്ന് കരുതി. മെയിൻ റോഡിൽ നല്ല തിരക്ക് കാരണമാണ് ഇതുവഴി നടക്കാമെന്ന് കരുതിയത്. അതിനെക്കാട്ടും നല്ല തിരക്കാണ് ഇവിടെ. ഇവിടെയൊക്കെ കൂടുതൽ വീടുകളാണ്, ആൾക്കാർ താമസിക്കുന്ന ഒരു ഭാഗമാണ് ഇതൊക്കെ. ഇതൊരു ദുർഗാ ക്ഷേത്രമാണ്. ഇവിടെ നമുക്ക് ശിവന്റെ ഒരു ഫോട്ടോ ഒക്കെ കാണാം. മാൾഡ എന്ന സ്ഥലം മഹാനന്ദ നദിയുടെ തീരത്താണ്. ഈ നദി തന്നെ ബംഗ്ലാദേശിലൂടെയും ഇന്ത്യയിലൂടെയും ഒഴുകുന്നുണ്ട്. ഇന്ത്യയിലൂടെ ബീഹാറിലൂടെയും വെസ്റ്റ് ബംഗാളിലൂടെയാണ് ഒഴുകുന്നത്. അങ്ങ് അവിടെ ഒരു പാലമുണ്ട്. അതിൻ്റെ മുകളിലൂടെ ഇതാ വണ്ടികളൊക്കെ പോകുന്നതാണ്. പിന്നെ വെള്ളം തീരെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അതാ നമുക്ക് നോക്കിയാൽ കാണാം, ആ തൊട്ട് മുൻഭാഗത്തൊക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ്. അവിടുന്ന് അലക്കുന്നൊക്കെ ഉണ്ട് ആൾക്കാർ. അപ്പോൾ ഇത് കാണണമെങ്കിൽ അതായത് ഈ ജസ്റ്റ് ഈ ഒരു ക്ഷേത്രമില്ലേ, ഇതിൻ്റെ ഇവിടെ ആയിട്ട് തന്നെയാണ് ഈ ഒരു ചെറിയൊരു വ്യൂ ഉള്ളത്. പിന്നെ ഇവിടെ നല്ല തണലൊക്കെ ഉണ്ട്. മാൽഡയുടെ ഈ ഭാഗം വഴി നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഈ സമീപ ഭാഗത്തുള്ള കെട്ടിടങ്ങളൊക്കെ വളരെയധികം പഴക്കം ചെന്നതാണ്. ഒരു പുതിയ ടൈപ്പ് കെട്ടിടങ്ങളൊന്നുമല്ല. പിന്നെ നേരത്തെ പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞു, സഹിക്കാൻ പറ്റാത്ത ഇവരുടെ ഈ ഒരു ഹോണടിയാണ്. തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ തന്നെ ചെവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. ഇതാ ഒരു സർക്കിളിലെത്തിരിക്കുകയാണേ. ഇവിടെ ഒരു ക്ലോക്കൊക്കെ നമുക്ക് കാണാം. നമ്മളിനിപ്പോൾ ആ മുന്നിലോട്ട് കാണുന്ന ഭാഗമില്ലേ, അവിടത്തോട്ടാണ് പോകുന്നത്. ഇവിടെ തന്നെ ഒരു മസ്ജിദ് കൂടെ കാണാം. അതായത് നടന്നു പോകുന്ന ആ ഒരു റോഡിൻ്റെ ഭാഗത്ത് തന്നെയാണ് പള്ളിയുള്ളത്. ഇതാ ഇതുവഴി അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇനി വലിയ ഹോണടി ഇല്ല. ചെറിയ ചെറിയ ധാബകളുണ്ട്. അതായത് നമ്മുടെ തട്ടുകടയില്ലേ, അവിടെയൊക്കെ ഇഷ്ടംപോലെ ഫുഡൊക്കെ ഉണ്ട്. പിന്നെ അതൊന്നും നമ്മൾ അധികം ട്രൈ ചെയ്യാറില്ല. ആകെ ഒരു പൊടി പിടിച്ച ഒരു അന്തരീക്ഷമാണ്. നടക്കുമ്പോൾ തന്നെ കണ്ണിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും, ഗ്ലാസ് ഒന്നും പ്രോപ്പർലി യൂസ് ചെയ്തില്ലെങ്കിൽ. എല്ലാവരും ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈൻ ഉണ്ടാവും മിക്കവാറും, അതായിരിക്കും. ഈ മാൾഡ അറിയപ്പെടുന്നത് മാംഗോ സിറ്റി എന്നാണ്. കാരണം ഒരുപാട് മാങ്ങകൾ നമുക്ക് ഇവിടുത്തെ മാർക്കറ്റുകളിൽ കിട്ടും. ആ അറിയപ്പെടുന്ന മാങ്ങേന്റെ പേര് ലാംഗ്ര എന്നാണ്. ഈ സീസൺ ഇവിടെ ഇപ്പൊ കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മളിപ്പോ മാൾഡയിലത്തെ രത്ബാരി എന്ന് പറഞ്ഞ മാർക്കറ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി കാണാം. ഇവിടെ കയറിയ പാടും തന്നെ ഇവിടെ ഒരുപാട് ചെരുപ്പുകളൊക്കെ വെക്കുന്ന ഒരു ചെറിയൊരു കട കാണാൻ പറ്റും. മാർക്കറ്റിന്റെ ഭാഗം ഇങ്ങോട്ടാണ്.
ഉള്ളിയൊക്കെ കൊണ്ടുവന്നുണ്ട്, ഉള്ളി, ഉരുളക്കിഴങ്ങൊക്കെ. ലോക്ക്, ഡ്രസ്സുകൾ, ടീഷർട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ ഇവിടെയൊക്കെ ഡ്രസ്സുകളാണ്. ഓറഞ്ചൊക്കെ ഉണ്ട് ഇവിടെ. മാർക്കറ്റിൻ്റെ ഇവിടെ നല്ല പൊടിയാണ്. ഞാൻ ആ മാങ്ങയാണ് നോക്കുന്നത്. ഇവിടെ ഈ മാങ്ങ കാണുന്നില്ലല്ലോ. ബാക്കി എല്ലാ ഫ്രൂട്ട്സുകളും കാണുന്നുണ്ട്. ഇത്രയും ഒരു 10 മണി ആയ സമയത്താണ് വലിയ തിരക്കില്ലാത്തത്. ഇവിടെയൊക്കെ മാങ്ങയല്ല ഇത്. മാങ്ങ എവിടെയും കാണുന്നില്ല. മിക്കവാറും സീസൺ ആയിരിക്കില്ല. അങ്ങനെ നടന്നിതാ റെയിൽവേ സ്റ്റേഷന് മുന്നിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്. ഈ കാറ്റ് വരുമ്പോഴാണ് നല്ല രീതിയിലുള്ള പൊടി വരുന്നത്. മാൽദ ടൗൺ സ്റ്റേഷന്റെ കോഡ് MLDT എന്നാണ്. ഇവിടെ ആകെ 7 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് 2 അമൃത് ഭാരത് എക്സ്പ്രസ്സുകളാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അതിലൊന്ന് ഇവിടുന്ന് SMVT ബംഗളൂരിലോട്ടാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ആ ഒരു തീമിലുള്ള ഒരു ലോക്കോ തന്നെയാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പണിയൊക്കെ എടുക്കാൻ വരുന്നവരില്ലേ, ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്നുണ്ട്. കാരണം ഞങ്ങൾ അർണോയ് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്ത സമയത്തും ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്ത സമയത്തും ഇവിടെ ഒരുപാട് പേര് വന്നിറങ്ങുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ലിവറി തന്നെയാണ്. നല്ല രസമല്ലേ ഇത് കാണാൻ. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് നമ്മുടെ റിട്ടയർ റൂം ഭാഗത്തോട്ട് പോവാം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് റിട്ടയറിംഗ് റൂം. ഇതാ ഡോർമെട്രി. അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അതായത് എൻക്വയറിൻ്റെ തൊട്ട് ഇവിടുന്ന് ഫസ്റ്റ് ഫ്ലോർ ഈ സ്റ്റെപ്പ് കയറി പോകണം. കയറി വന്ന ഉടനെ തന്നെ ഇവിടെയാണ് വരേണ്ടത്. ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതി തന്ന് ഇവിടുന്ന് നമുക്ക് കീ കിട്ടും. ഇങ്ങനെ വന്ന് ഇവിടെയാണ് ഡോർമെട്രി വരുന്നത്. ഞങ്ങളെടുത്തത് റൂമാണ്, റൂം നമ്പർ 3. ഇത് റൂം നമ്പർ 2. ഇതാ ഇവിടെ ഇതാണ് നമ്മുടെ റൂം നമ്പർ 3. നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ തന്നെ ഇവർ തന്ന ഈ ഒരു ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തന്ന ഈ ഒരു ലോക്കും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. സേഫ്റ്റി ആണല്ലോ മുഖ്യം. ആരും വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും സേഫ് ആണ്. ഇത് നമ്മുടെ ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം. മാൽദയിലെ റൂം നമ്പർ 3 ഇതാണ്. ഇവിടെ 2 നല്ല ബെഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഒരു വലിയൊരു മിറർ ഉണ്ട്. പിന്നെ ചെറിയൊരു ടേബിൾ ഉണ്ട്. പിന്നെ ഉച്ചക്ക് കഴിക്കേണ്ട ഭക്ഷണം ഞങ്ങൾ അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നോൺ AC റൂമാണ്. അതോടൊപ്പം തന്നെ നല്ല കറക്കുമില്ല, 2 ഫാനുണ്ട്. പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് വെക്കാനുള്ളൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെയാണ് ടോയ്ലറ്റും ബാത്റൂമും വരുന്നത്. വെസ്റ്റേൺ ടൈപ്പാണ് ടോയ്ലറ്റ് വരുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു വാഷ് ഏരിയ ഉണ്ട്. ഈ ഒരു പൈസയിൽ കിട്ടാൻ പറ്റുന്ന നല്ലൊരു റൂം തന്നെയാണ്. നല്ല സ്പേസ് ഉണ്ട്. റൂമിൻ്റെ ഈ ഭാഗമൊക്കെ നല്ല വൃത്തിയാണ്. ഈ മുറിയുടെ പൈസ കണ്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും. 24 മണിക്കൂറുള്ള സ്ലോട്ടിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. ഇന്നലെ രാത്രി 8 മണി മുതൽ ഇന്ന് രാത്രി 8 മണി വരെ 262 രൂപയാണ് ഈ റൂമിനാകെ വന്ന ചാർജ്. 262 രൂപക്ക് 24 മണിക്കൂറൊക്കെ നമുക്ക് താമസിക്കാൻ സ്ഥലം കിട്ടുമെന്ന് വെച്ചാലല്ലേ ഈ ഒരു സമയത്ത്. കാരണം പുറത്തൊക്കെ റൂം നോക്കുന്ന സമയത്ത് നല്ല പൈസയാണ്. ആ സമയത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് തലേ ദിവസം നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ സൈറ്റുകൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് ഇന്ന് രാത്രി 8 മണി വരെയാണ് ഇവിടെ നിൽക്കേണ്ടത്. അതുപോലെ നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പം വളരെ ഉപകാരം. ഇവിടെ വരുന്ന സമയത്ത് തന്നെ മൂട്ടയും കൊതുകയും ഉണ്ടാകുന്ന നമ്മൾ പ്രതീക്ഷിച്ചു. ഒന്നും ഉണ്ടായില്ല. അടിപൊളി റൂം തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ മാൾഡയിലെ മറ്റൊരു ഭാഗം ഇംഗ്ലീഷ് ബസാർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. കാരണം അവിടെ ഒരുപാട് മാർക്കറ്റുകളും ഇതൊക്കെ തിരക്കേറിയ സ്ഥലമാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു മാൾഡക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയി വേറെ ഒരു സ്ഥലം കൂടി ഉണ്ട്. അതായത് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. ഈ ബംഗാളുമായിട്ട് റിലേറ്റഡ്. ആ സ്ഥലത്തിനെ പറഞ്ഞവരാണ് അല്ലെങ്കിൽ ഗൗഡ നഗരം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ ഒരുപാട് എന്താ പറയുക മൊനുമെന്റ്സ് കാണാനുണ്ട്. മസ്ജിദ് ആയാലും അങ്ങനത്തെ ഒരുപാട് പഴയ കാലത്തുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് ഞങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും തന്നെ ഇല്ല. അതായത് നല്ല ബസ്സോ എവിടെ നിന്നാണ് എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. പിന്നെ അല്ലാത്ത പക്ഷം നമുക്ക് ഒരു ട്രാൻസ്പോർട്ട് ഒരു രീതിയുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഊബർ നോക്കണമല്ലോ. ഊബർ എന്ന് പറഞ്ഞ ഫെസിലിറ്റി ഇവിടെ ഇല്ല. ഊബർ ഇല്ല ഇവിടെ. അതുകൊണ്ട് നമുക്ക് അവിടെ എത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഇവിടുന്ന് ഒരു 20 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അതായത് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് നമുക്ക് നടന്നു കണ്ട ഒരു വില്ലേജ് ടൈപ്പ് സംഭവമാണ്. അപ്പൊ അവിടത്തേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞില്ല. അതൊക്കെയാണ് നമുക്ക് മാൾഡ. പിന്നെ വേറെ കാര്യമുണ്ട്. ഈ കണ്ണാടി ഇപ്പം വെച്ചില്ലേ, വേറൊന്നും കൊണ്ടല്ല, കണ്ണെന്നൊക്കെ നല്ല രീതിയിൽ വെള്ളം, ഒരു
എന്താ പറയാ ആ റെയിൽവേ അതായത് ഈ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങിയാൽ തന്നെ നല്ല കാറ്റ്, ആ കാറ്റ് ഈ ഭാഗത്തെ മുഴുവൻ പൊടികളും നല്ല രീതിയിൽ നമ്മുടെ കണ്ണിലേക്ക് അടിക്കും. ഡ്രസ്സ് മുഴുവൻ ഇപ്പം മോശം അവസ്ഥയായത്. എന്റെ തലമുടിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആ ടൗൺ ഭാഗത്താണെങ്കിലും റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തായാലും സമാനമായ അവസ്ഥ. അതായത് ഉണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷൻ കണക്കാണ് ഞങ്ങൾ അടുത്ത വീഡിയോ എന്ന് വെച്ചാല് ഇനിയിപ്പോ പുറത്ത് വേറൊരു സ്ഥലമുണ്ട്, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് തീരുമാനം ഉണ്ടായത്. പക്ഷെ ഞങ്ങളത് ആ പ്ലാൻ അങ്ങ് മാറ്റി. അങ്ങോട്ട് പോകാൻ പറ്റൂല, കാരണം വല്ലാത്ത അവസ്ഥ. റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഇങ്ങനെ പൊടിയിൽ ഇങ്ങനെ കുടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. പല രോഗങ്ങളും മിക്കവാറും വരും, കാരണം നമുക്ക് ജലദോഷം പനിയൊക്കെ ചിലപ്പോൾ വന്നേക്കാം. പിന്നെ നല്ല ജലദോഷം തുമ്മാനൊക്കെ വരും, അതാണ് അങ്ങനെ വിഷയം വരുന്നത്. അപ്പൊ എന്താ പറയാ, ഈ ഒരു മാൾഡേന്റെ കുറച്ച് കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റേ വീഡിയോ ബൈ.